Okay, dear friends, നമുക്കിത് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പറ്റി നോക്കാം. എല്ലാ സ്റ്റാറ്റ്യൂട്ടും നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് ആണ്. ഇതിനും സം ഒബ്ജക്ട്സും അതേപോലെ തന്നെ റീസൺസും ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും തന്നതായിട്ട് ഈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഉണ്ട്. Before 1972, the gratuity was known as statutory right. It was given as a reward or ex gratia by the employers to the employees for the long and meritorious service. And over the time, gratuity became a customary practice in several industries like plantations, banks, insurance, and ports. മിക്കവാറും എല്ലാ സ്റ്റേറ്റും അവരവരുടേതായിട്ടുള്ള കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ എല്ലാ സ്റ്റേറ്റും they have their own gratuity laws as enacted. അപ്പം ഡിഫറെൻറ്റ് സ്റ്റേറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റാറ്റ്യൂട്ട്സ് ആയതുകൊണ്ട് ദർ വാസ് നോ യൂണിഫോം സെൻട്രൽ ലെജിസ്ലേഷൻ. അതുകൊണ്ട് തന്നെ ദർ വാസ് so many disparities between the industries as well as states. അപ്പം ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു ബ്രിങ് യൂണിഫോമിറ്റി. Parliament enacted the Payment of Gratuity Act 1972, which came into force on 16 September 1972. അപ്പം നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്ട്സ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്ട്സ്, ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള ആ സാധനങ്ങളൊക്കെ, ബാക്കി ഇതിനെപ്പറ്റി ഉള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയാവും. സെക്കൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് യൂണിഫോമിറ്റി അക്രോസ് ഇന്ത്യ. തേർഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ഓഫ് ലോങ് സർവീസ്. ദെൻ ഫോർത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പൾസറി ലയബിലിറ്റി. ആർക്കാണ്? എംപ്ലോയർക്ക് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ, ഒരു കമ്പൾസറി ലയബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഫോർത്ത് ഒബ്ജക്റ്റ്. ദെൻ ദ ലാസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ദ ലേബർ വെൽഫെയർ ലെജിസ്ലേഷൻ. അപ്പോൾ നമുക്ക് ഒബ്ജക്ട്സായിട്ട് 5 പറയാൻ പറ്റുന്നത്. First one is social security benefit, second one is uniformity across India, third one is recognition of long service, fourth one is legal obligation of the employer to the employees for making payment of gratuity, then the last one, that is the fifth one, is the labor welfare legislation. Okay, then we നമുക്ക് റീസൺസിലേക്ക് മൂവ് ഓൺ ചെയ്യാം. Reasons for the enactment of the Payment of Gratuity Act 1972. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രീസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ എന്താണ്, ദർ ഷുഡ് ബി എ റെഗുലേറ്റഡ് സ്റ്റാറ്റ്യൂട്ടറി സിസ്റ്റം ഫോർ പോസ്റ്റ് സർവീസ് ബെനിഫിറ്റ്. ഒരു പോസ്റ്റ് സർവീസ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സിസ്റ്റത്തിൻ്റെ അത്യാവശ്യം ഉണ്ടായി. അങ്ങനെ എംപ്ലോയീസും ട്രേഡ് യൂണിയൻസിനും ഗ്രാറ്റുവിറ്റി ഒരു റൈറ്റ് എന്ന് ഡിമാൻഡ് ചെയ്തു തുടങ്ങി. അപ്പം അത് രണ്ടാമത്തെ റീസൺ അതായിരുന്നു. മൂന്നാമത്തെ റീസണോ എന്താണ്, ഒരു ഹാർമണി, ഒരു ഇൻഡസ്ട്രിയൽ പീസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ വേണം. ഗ്രാറ്റുവിറ്റി ഹെൽപ്സ് to maintain industry's peace and harmony by recognizing employees' contribution. So the last reason is to avoid litigation. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ലിറ്റിഗേഷൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, വളരെ എക്സ്പെൻസീവായിട്ടുള്ള ആ ലിറ്റിഗേഷനും ലെങ്തി ആയിട്ടുള്ള ആ പ്രൊസീജിയറുകളും എല്ലാം തന്നെ
എംപ്ലോയീസിന് എന്താണ് ഒരു ബേർഡൻ ആയതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു റീസണായിരുന്നു. അപ്പം എന്തൊക്കെയായിരുന്നു റീസൺസ്? റീസൺസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി സിസ്റ്റം പോസ്റ്റ് ബെനിഫിറ്റ് സർവീസായിട്ട് പോസ്റ്റ് സർവീസ് ബെനിഫിറ്റായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എംപ്ലോയീസും രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസും ട്രേഡ് യൂണിയൻസും ഗ്രാറ്റുവിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്തു തുടങ്ങി. മൂന്നാമത്തേന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ പീസും ഹാർമണിയും ഇൻഡസ്ട്രിയിൽ നിലനിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രോഫിറ്റബിൾ ഇൻഡസ്ട്രി ആയിട്ട് മാറുകയും അങ്ങനെ ഒരു ആ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ എംപ്ലോയീസിന് ഡിസ്ബസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അതും ഒരു ബെനിഫിഷ്യൽ ടു ദ എംപ്ലോയീസ് ആയി. ദെൻ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഇതിനെപ്പറ്റി ഉണ്ടാവുകയാണെങ്കിൽ ടു അവോയ്ഡ് ലിറ്റിഗേഷൻ അതും കൂടി ടു അവോയ്ഡ് ലിറ്റിഗേഷൻ ഈസ് ഓൾസോ അനദർ റീസൺ ഫോർ എനാക്ടിങ് ദ സ്റ്റാറ്റ്യൂട്ട്. സോ ഇൻ എ നട്ട്ഷെൽ Payment of Gratuity Act was enacted to provide a uniform, first one uniform, second statutory, third is compulsory scheme for the payment of activity, and as a measure of social security and recognition of long service. അപ്പോൾ എത്ര കാര്യമായിരുന്നു? യൂണിഫോമിറ്റി, ഒരു സ്റ്റാറ്റ്യൂട്ടറി എനാക്ട്മെൻറ്റ്, കമ്പൾസറി സ്കീം ആയിട്ട്, ദെൻ ഒരു മെഷർ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി, ദെൻ ദ റെക്കഗ്നീഷൻ ഓഫ് ലോങ് സർവീസ്. ഇത്രയാണ് അതിൻ്റെ നാച്ചുറലായിട്ട് ഇത് ഒബ്ജക്റ്റീവ് ആൻഡ് റീസൺസ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഏത് സ്റ്റാറ്റ്യൂട്ട് നോക്കിയാലും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺസ് ആണ്. ദെൻ പിന്നെ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്? സ്കീം. ഇത് 4 പില്ലറാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രിലിമിനറി, സെക്ഷൻസ് 1 to 2. സെക്കൻഡ് ഈസ് റൈറ്റ് ടു ഗ്രാറ്റുവിറ്റി, സെക്ഷൻ 3 to 7. ദെൻ സെക്ഷൻ 3 to 7 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? എലിജിബിലിറ്റി. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ് ആണ്. പക്ഷേ ഈ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് ഡെത്തോ ഡിസേബിൾമെൻറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 year കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമല്ല. പിന്നെ ഇത് എപ്പോഴാണ് പേയബിൾ? ഇറ്റ്സ് പേയബിൾ ഓൺ റിട്ടയർമെൻറ്റ്, റെസിഗ്നേഷൻ, ഡെത്ത് ഓർ ഡിസേബിൾമെൻറ്റ്. ഇനി ഫോമുല എന്ന് പറയുന്നത്, ഇതിൻ്റെ കാൽക്കുലേഷൻ ഫോമുല എന്ന് പറയുന്നത് ലാസ്റ്റ് ഡ്രോൺ വേജസ് ഇൻറ്റു ഒരു ഫാക്ടർ 15/26 ഇൻറ്റു ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. അതിൻ്റെ ഗ്രാറ്റുവിറ്റിയുടെ കാൽക്കുലേറ്റിംഗ് ഫോമുല ലാസ്റ്റ് ഡ്രോൺ വേജസ് ഇൻറ്റു 15/26 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2018 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അമെൻമെൻറ്റ് വന്നേക്കുന്നത് എങ്ങനെ ഫ്രം 10 lakhs to 20 lakhs ആയിട്ട് അമെൻഡ് ചെയ്ത് അത് മാക്സിമം ലിമിറ്റ് സീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോർഫീച്ചർ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഇത് വേണമെങ്കിൽ ഫോർഫീച്ചർ ചെയ്യാം. അതിൻ്റെ കണ്ടീഷൻസ് പറയുന്നത് മിസ്കണ്ടക്ട് ഓഫ് ദ എംപ്ലോയി, റൈറ്റ്സ് ഓർ വയലൻസ് ബിഹേവിയർ ഓഫ് ദ എംപ്ലോയി, ഓഫൻസ് ഇൻവോൾവിങ് മോറൽ ടർപ്പിറ്റ്യൂഡ് ഓഫ് ദ എംപ്ലോയി. അപ്പം ഇത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. സോ ഗ്രാറ്റുവിറ്റി വേണമെങ്കിൽ നമുക്ക് എംപ്ലോയർക്ക് ഫോർഫീറ്റ് ചെയ്യാം. പിന്നെ 6 നോമിനേഷനാണ്, 5 പവർ ടു എക്സംപ്റ്റ്. അപ്പം ഇത് എല്ലാം തന്നെ ആ സെക്കൻഡ് പില്ലറിൽ വരുന്നതാണ്. തേർഡ് പില്ലർ അതോറിറ്റീസ് ആൻഡ് മെഷീനറി, ദറ്റ് ഈസ് 8 to 14. 8 എന്ന് പറയുന്നത് റിക്കവറി ഓഫ് പേയ്മെൻറ്റ്, 9 പെനാൽറ്റീസ് ഫോർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, 10 എക്സംഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി ഫ്രം അറ്റാച്ച്മെൻറ്റ്. ഒരു ഡിഗ്രി ഇതിന് അഗൻസ്റ്റായിട്ട് വന്നാൽ പോലും cannot be attached in execution of degree. അപ്പം ഗ്രാറ്റുവിറ്റി പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ. ദെൻ 11th one ഇൻസ്പെക്ടേഴ്സ്, 12th one പവർ ഓഫ് ഇൻസ്പെക്ടേഴ്സ്, 13th one പ്രൊട്ടക്ഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി, 14th സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ട് ടു ഓവർറൈഡ് അതർ ലോസ്. ദെൻ പെനാൽറ്റി. ഫോർത്ത് പില്ലർ എന്ന് പറയുന്നത്, what is the fourth pillar is penalties and procedures, that is section
15 to 21. Section 15 is penalties. You can take the screenshot for this studying, going through this, otherwise the video will be lengthy, the presentation will be lengthy. So for avoiding a lengthy presentation, you may take the screenshots. Okay. 16, section 16 പറയുന്നത് cognizance of offences. 17 section എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. അങ്ങനെ ടോട്ടൽ നമ്പർ എത്രയാണ്? 21 സെക്ഷൻസ് ആണ്. അപ്പം ഇതിൻ്റെ സമ്മറി, ആ സ്കീമിൻ്റെ സമ്മറി ഒന്ന് നോക്കി. ദർ ആർ 4 pillars. എന്താണ് ഫസ്റ്റ് തന്നെ ഐ മെൻഷൻ ദറ്റ് ദർ ആർ 4 pillars ഇൻ ദ സ്കീം ഓഫ് ദ എന്താണ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. എന്തൊക്കെയാണത്? ഫസ്റ്റ് pillar is the definition and coverage. Second pillar is right to gratuity and conditions. അത് sections 3 to 7 ആണ്. Third pillar is authorities and machinery for enforcement. That is section 8 to 14. And fourth pillar is penalties, procedures and rule making power. That is section 15 to 21. Okay, then we can എന്താണ് ഒരു salient feature. ഈ salient features എന്ന് പറയുന്നത് മിക്കവാറും ഷോർട്ട് എസ്സേക്കും ചോദിക്കാം, ലോങ് എസ്സേക്കും ചോദിക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ഫസ്റ്റ്, ഇതൊരു വെൽഫെയർ ലെജിസ്ലേഷൻ ആണെന്ന് പറഞ്ഞു. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺസ്. അപ്പോൾ അത് ആക്ച്വലി അതൊരു സൈലൻറ്റ് ഫീച്ചറാണ്. വെൽഫെയർ ലെജിസ്ലേഷൻ എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി. ഇറ്റ് ഈസ് എനാക്റ്റഡ് ആസ് എ സോഷ്യൽ സെക്യൂരിറ്റി മെഷർ ടു പ്രൊവൈഡ് മോണിറ്ററി ബെനിഫിറ്റ് ടു ദ എംപ്ലോയീസ്. എന്താണ്? ഫോർ ആഫ്റ്റർ എ ലോങ് ആൻഡ് കണ്ടിന്യൂസ് സർവീസ്. വളരെ നെടുനീളത്തിലുള്ള ഒരു സർവീസിൽ അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി മെഷറായിട്ട് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഈ എംപ്ലോയീസ് കൊടുക്കുക എന്നുള്ള ഒരു വെൽഫെയർ ലെജിസ്ലേഷനാണ് ഈ എന്താണ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഇതിൻ്റെ എസെൻഷ്യൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ റെസിഗ്നേഷൻ അല്ലെങ്കിൽ എന്താണ് ഡെത്ത്, അതും അല്ലെങ്കിൽ ഡിസേബിൾമെൻറ്റ് സമയത്ത് ensures financial support. Then ഇതിൻ്റെ extent of applicability എങ്ങനെയാണ്? It extends to the whole of India. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ അമെൻമെൻറ്റ് 2019 ശേഷം എന്താ സംഭവിച്ചത്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. ദെൻ ഇറ്റ് അപ്ലൈസ് ടു എക്സ്റ്റെൻഡ് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് applicability. It applies to factories, mines, oil fields, plantations. ഇതെല്ലാം സെക്ഷൻ 1(3)(a)യിലാണ്. 1 clause 3 clause a-യിലാണ് പറയുന്നത്. ഇനി സെക്ഷൻ 1 clause 3 clause b എന്താണ് പറയുന്നത്? എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്? സ്റ്റോർസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിത്ത് 10 or more employees എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഒരിക്കലും ഇത് കവർ ചെയ്താൽ ഇത് ഓൾവേസ് കവേർഡ്. ഇത് പ്രോബ്ലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് 10 എംപ്ലോയീസിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അപ്ലൈഡാണ്. ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു, ആപ്ലിക്കബിലിറ്റി ഉണ്ടായി കഴിഞ്ഞു. ഇനി അതിനുശേഷം ഒരാൾ പോയി 9ആയി. അപ്പോൾ വൺസ് കവേർഡാണ്, ഇനി അത് ഓൾവേസ് കവേർഡാണ്. 9ആയി പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അത് പ്രോബ്ലമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള. ഓക്കെ, ദെൻ ഡെഫിനിഷൻസ് E. 2 clause E, employee. അപ്പം E stands for employee, F stands for employer. ഡെഫിനിഷൻസിൽ 2 clause E stands for employee, 2 clause F stands for employer, and 2A amendment ആണ്. 2A section 2A is continuous service and wages. S എന്നുള്ള സൗണ്ട് കേൾക്കുന്നില്ലേ? സോ S stands for wages. അപ്പോൾ E stands for employee, F stands for employer, 2A stands for continuous service and wages, 2S for wages. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. Then eligibility for gratuity എങ്ങനെയാണ്? What is the eligibility? The eligibility for എന്ന് പറയുന്നത് payable to an employee on superannuation, retirement,
റെസിഗ്നേഷൻ, ഡെത്ത് ഓർ ഡിസേബിൾമെൻറ്റ്. സെക്ഷൻ 4 ക്ലോസ് 1 ഇത് പറയുന്നത് പേബിൾ ടു അൻ എംപ്ലോയി ഓൺ സൂപ്പറാനുവേഷൻ, റിട്ടയർമെൻറ്റ്, റെസിഗ്നേഷൻ, ഡെത്ത് ഓർ ഡിസേബിൾമെൻറ്റ്. ഇനി മിനിമം 5 ഇയേഴ്സ് കണ്ടിന്യൂസ് സർവീസ് റിക്വയർഡ് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓർ ഡിസേബിൾമെൻറ്റ്. ആ പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 4 ക്ലോസ് 1 സെക്ഷൻ 4 ക്ലോസ് 1 പ്രൊവൈസോയിലാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇനി കാൽക്കുലേഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്, ഗ്രാറ്റുവിറ്റി ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ഫ്രം സാലറി ഇൻ ടു ദ ഫാക്ടർ. The factor is 15/26 into the number of completed years of service. So gratuity is 3 എന്താണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, 3 ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ഫ്രം സാലറി. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 15/26, ദാറ്റ് ഈസ് എ ഫാക്ടർ. ദെൻ തേർഡ് വൺ ഈസ് എന്താണ്? പിന്നെ നമ്പർ ഓഫ് completed years of service. ലാസ്റ്റ് ഡ്രോൺ സാലറി കാണുന്നത് എങ്ങനെയാണ്? ദറ്റ് ഈസ് ദ ബേസിക് പേ പ്ലസ് DNS അലവൻസ്, DA പേ ബേസിക് പ്ലസ് DA ആണ് ലാസ്റ്റ് വൺ. പിന്നെ 15 days വേജസ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ദറ്റ് ഈസ് 15/26, ദറ്റ് ഈസ് മന്ത്ലി സാലറി ഈസ് ടേക്കൺ ആസ് കൺസിഡേർഡ് ആസ് 26 വർക്കിംഗ് ഡേയ്സ് ഇൻ എ മന്ത്. ഇനി ഇയേഴ്സ് ഓഫ് സർവീസ് എങ്ങനെയാണ്? മോർ ദാൻ 6 months പ്ലസ് 1 day ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സീൽ ചെയ്ത് 1 year ആയിട്ട് മാറ്റും. 6-നെക്കാട്ടിൽ 1 ദിവസം കുറവാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യും. ഇനി മാക്സിമം ലിമിറ്റ് ഐ ഹാവ് ഓൾറെഡി സെറ്റ് ഇറ്റ് ഈസ് എന്താണ് provided in section 4 clause 3 of what of this act. Then the present limit is 20 lakhs. Okay, then it is enacted through the Amendment Act, payment of gratuity act amendment 2018 ഉണ്ടായി. Then forfeiture ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫോർഫീച്ചർ 3 കേസിലാണ് ഫോർഫീച്ചർ ഉള്ളത്. വിൽഫുൾ മിസ്കണ്ടക്ട് ഓഫ് ദ എംപ്ലോയി, moral turpitude or offense if the employee commits an offense involving moral turpitude. ഇനി 4 clause 6-നകത്ത് പറയുന്നത് റൈറ്റസ് ഓർ വയലൻസ് ബിഹേവിയർ എംപ്ലോയീസിൻ്റെ അങ്ങനെയുള്ള 3 കേസും എന്താണ്? ഗ്രാറ്റുവിറ്റി മേ ബി forfeited. In nomination, സെക്ഷൻ 6-നകത്താണ് നോമിനേഷൻ പറയുന്നത്. നമ്മുടെ സർവീസ് തുടങ്ങി വിതിൻ 1 year-നകത്ത് നമ്മളുടെ നോമിനീസിനെ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. നോമിനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ ഗ്രാറ്റുവിറ്റി ഇൻ കേസ് ഓഫ് എംപ്ലോയീസ് ഡെത്ത്. അപ്പോൾ ഫസ്റ്റ് ഇയർ അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോമിനേഷൻ കൊടുത്തിരിക്കണം. ദെൻ പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ്. എങ്ങനെയാണ് പ്രൊസീജിയർ പേയ്മെൻറ്റ്? എംപ്ലോയി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം കൊടുത്തിരിക്കണം. അത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7 clause 3. ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3A. സെക്ഷൻ 7 clause 3A. ആദ്യത്തേത് ഏതായിരുന്നു? ഗ്രാറ്റുവിറ്റി 30 ദിവസത്തിനകം കൊടുക്കണം എന്ന് പറയുന്നത് സെക്ഷൻ 7 clause 3. സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് പറയുന്നത്, ഡിലേ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് പറയുന്നത് സെക്ഷൻ 7 clause 3A. ആൻഡ് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ കൺട്രോളിങ് അതോറിറ്റി അത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ഉള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7 clause 4. ഇനി റിക്കവറി ഓഫ് ഗ്രാറ്റുവിറ്റി പറയുന്നത് സെക്ഷൻ 8 ആണ്. അത് റവന്യൂ റിക്കവറി, ലാൻഡ് റിക്കവറിയാണ്. അതിൻ്റെ പ്രൊട്ടക്ഷൻ എന്താണ്? ഈ സെക്ഷൻ 10-നകത്ത് പ്രൊട്ടക്ഷനെ പറ്റി പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ എന്താണ്? ഈവൻ ഇഫ് ദർ ഇസ് ആൻ ഡിഗ്രി പാസ്ഡ് അഗൻസ്റ്റ് against that degree the gratuity cannot be attached. Okay, authorities of എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് കൺട്രോളിങ് അതോറിറ്റിയാണ്. സെക്ഷൻ 3-ലാണ് ഇത് പറയുന്നത്. ദെൻ ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ? ദേ ക്യാൻ പവർ ടു എക്സാമിൻ ദ റെക്കോർഡ്സ് എൻ്റർ പ്രിമിസ് എക്സ്ട്രാ. അത് പറയുന്ന സെക്ഷൻ 11(2). ഇനി
എന്താണ് ഓവർ റൈഡിങ് ഇഫക്റ്റ്? ഇതിനെക്കാട്ടല്ലേ ഒരു ബെറ്ററായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും അവിടെ വരുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ദ ആക്ട് ഓവർറൈഡ്സ് ഓൾ ഇൻകൺസിസ്റ്റൻറ്റ് ലോസ്, അവാർഡ്സ്, എഗ്രിമെൻറ്റ്സ് ഓർ കോൺട്രാക്ട്, സെക്ഷൻ 14 പറയുന്നത്. ദെൻ എന്താണ് offense cognizable, controlling authority കോഗ്നിസൻസ് എടുക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. എന്താണ് സെക്ഷൻ 1 to 2 എന്താണ്, 3 to 7 എന്താണ്, 8 to 14 എന്താണ്, 15 to 16 എന്താണ്, 17 to 21 ലാസ്റ്റ് സെക്ഷൻ 17 to 21. അപ്പം സെക്ഷൻ 1 to 2 എന്ന് പറയുന്നത് എന്താണ്, 1 and 2 എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റെൻറ്റ്, ആപ്ലിക്കബിലിറ്റി ആൻഡ് ഡെഫിനിഷൻസ്. 3 to 7 എന്താണ്, റൈറ്റ് ടു ഗ്രാറ്റുവിറ്റി, നോമിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് പ്രൊസീജിയർ. സെക്ഷൻ 8 to 14 എന്താണ്, റിക്കവറി, പ്രൊട്ടക്ഷൻ, അതോറിറ്റീസ്, ഓവർറൈഡിങ് എഫക്റ്റ്. സോറി. സെക്ഷൻ 15 to 16 എന്താണ്, പെനാൽറ്റീസ് ആൻഡ് പ്രൊസീജിയർ. ലാസ്റ്റ് സെക്ഷൻസ് ആ പോർഷൻ 17 to 21 എന്താണ്, മിസ്സലേനിയസ് പ്രൊവിഷൻസ്. ഓക്കെ, ദെൻ ഇനി ഇതിനകത്ത് ഒരു എസ്സേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എസ്സേക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ഉള്ളതാണ് അടുത്ത കേസ്. അപ്പോൾ ഒന്ന് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ. ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ എന്താ പറയുന്നത്, ഇത് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റി ലംസമായിട്ടാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഒരു വൺ ടൈം സെറ്റിൽമെൻ്റ് ആണ്. ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി ഇത് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഫാക്ടറീസ്, മൈൻസ്, ഓയിൽ ഫീൽഡ്സ് എക്സെട്ര. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ടു ഗ്രാറ്റുവിറ്റി. പിന്നെ അതിന് യൂണിഫോമിറ്റി വേണമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ 2018 അമെൻമെൻറ്റ് എന്താണ്, മാക്സിമം ലിമിറ്റ് 10 നിന്നും എൻഹാൻസ് ചെയ്ത് അത് 20 lakhs കൊണ്ടുപോകും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എംപ്ലോയി ടു ക്ലോസ് ഇ ആണ്, എംപ്ലോയർ ടു ക്ലോസ് എഫ് ആണ്, വേജസ് ടു ക്ലോസ് എസ് എന്ന് പറയുന്നതുകൊണ്ട് എസ് ആണ്, ടു ക്ലോസ് എസ് ആണ്. ഇനി ഈ സെക്ഷൻ ഇവിടെയൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, അല്ലെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ഇത് കണ്ടാൽ മതി, വീഡിയോ കണ്ടാൽ മതി. എന്താ എംപ്ലോയി ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് എംപ്ലോയി ഇൻക്ലൂഡ്സ് എവറി പേഴ്സൺ അതർ ദാൻ എ അപ്രൻറ്റീസ്. അപ്രൻറ്റീസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. അപ്പം എംപ്ലോയീസ് ഇൻക്ലൂഡ് എവറി പേഴ്സൺ അതർ ദാൻ അപ്രൻറ്റീസ് എംപ്ലോയിഡ് ഓൺ വേജസ് ഇൻ എനി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഫാക്ടറി, മൈൻ, ഓയിൽ ഫീൽഡ്, പ്ലാന്റേഷൻ, പോർട്ട്, റെയിൽവേ. ഓക്കെ, ഇനി എംപ്ലോയ്മെൻറ്റ് മേ ബി എങ്ങനെയുള്ള എംപ്ലോയി എൻഗേജ്ഡ് ആയിരിക്കണം, മാനുവൽ ആവാം, സൂപ്പർവൈസറി ആവാം, ടെക്നിക്കൽ ആവാം, ക്ലറിക്കൽ ആവാം. ഇനി ഇത് ആരെയൊക്കെ കവർ ചെയ്യുന്നുണ്ട്, പെർമനൻറ്റിനെയും ടെമ്പററി എംപ്ലോയീസിനെയും കവർ ചെയ്യുന്നുണ്ട്, ഫുൾ ടൈമും പാർട്ട് ടൈമായിട്ടുള്ള എംപ്ലോയീസിനെയും കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്സ്ക്ലൂഷൻ ആരൊക്കെയാണ്, ഒന്ന് എന്താണ് അപ്രൻറ്റീസ്, പിന്നെ എന്താണ് സെൻട്രൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ അത് വേറെ സെപ്പറേറ്റ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവരെയും അതും കവർ ചെയ്യും. ഇനി ഇതിൻ്റെ ഓരോ ഇതിലെന്ന് പറയുമ്പോഴും നമുക്ക് എന്താണ് നമ്മൾക്ക് ഇറ്റ് ഷുഡ് ബി ഓരോ പോയിൻറ്റ്സ് നമ്മൾ ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് gratuity becomes a statutory right and cannot be withheld by the employer. Gratuity is a statutory right and cannot be withheld by employer. ഏതാണ് മുനിസിപ്പൽ, ഏത് കേസിലാണ് പറയുന്നത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി MCD വേഴ്സസ് ധരം പ്രകാശ് ശർമ്മ, MCD വേഴ്സസ് ധരം പ്രകാശ് ശർമ്മ. അപ്പോൾ അടുത്തത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡിൽ എന്താ പറയുന്നത്, ഇത് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെയും സ്കൂൾസിനെയും ഇതിൻ്റെ ആംബിറ്റിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റിയുടെ ആംബിറ്റിനുള്ളിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. തേർഡ് എന്താണ്, ഈവൻ ബിഫോർ ദ ആക്ട്
ഗ്രാറ്റുവിറ്റി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഫോർ ലോങ് സർവീസ്. 1960-ലെയാണ് നമ്മുടെ എനാക്ട്മെൻറ്റ് എന്ന് പറയുന്നത് 1972 അല്ലേ. അപ്പം ഈവൻ ബിഫോർ ദ ആക്ട് ഗ്രാറ്റുവിറ്റി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ഓക്കെ, അപ്പം ഇനി സെക്ഷൻ 4 പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? 5 years ഓഫ് കണ്ടിന്യൂസ്. ഇപ്പം ഇത് നേരത്തെ ഓൾറെഡി ഞാൻ ഷോർട്ട് കോഴ്സിൻ്റെ പോർഷനിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ എസ്സേയുടെ പോർഷനിലേക്കാകുമ്പോൾ ഇച്ചിരി എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ എസ്സേ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, റെപ്പിറ്റീഷൻ വിചാരിക്കേണ്ട, അതിനാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അടുത്ത 20th തോന്നുന്നു അല്ലേ, 22nd നമുക്ക് എക്സാം. ഓക്കെ, അപ്പോൾ സോ എന്താണ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി must complete 5 years of continuous service അല്ലേ. Then it does not apply in case of death or permanent disablement. ഡെത്തോ പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റോ ഉണ്ടെങ്കിൽ ഈ 5 years കണ്ടിന്യൂസ് സർവീസ് വേണമെന്നുള്ളത് ഒരു നിർബന്ധം അല്ല. ഓക്കെ, ദെൻ എന്താണ് പേയബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ് ഗ്രാറ്റുവിറ്റി ബിക്കംസ് പേയബിൾ ഓൺ, അതും ഓൾറെഡി പറഞ്ഞാണ്. എന്താണ് റിട്ടയർമെൻറ്റ് ആവാം, റെസിഗ്നേഷൻ ആവാം, സൂപ്പറാനുവേഷൻ ആവാം, ഡെത്ത് ആവാം, അല്ലെങ്കിൽ ഡിസേബിൾമെൻറ്റ് ഡ്യൂ ടു ആക്സിഡൻറ്റ് ഓർ ഡിസീസ്. ഇനി ഇത് ഓൾറെഡി പറഞ്ഞാണ്. എന്താണ് നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത് 3 ഫാക്ടറാണുള്ളത്. അത് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്ന്, ഫസ്റ്റ് ഫാക്ടർ ഈസ് ലാസ്റ്റ് ഓൺ salary. Second factor is 15/26. Third factor is number of complete years of service. അതേപോലെ ലാസ്റ്റ് ഓൺ സാലറി എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 15 daysൻ്റെ ഒരു കേസ് നമ്മൾ എടുക്കുന്നത് എന്താണ് 26 day ഒരു മന്ത് എന്നുള്ള രീതിയിൽ എടുക്കണം. ആ 4 ഹോളിഡേയ്സ്, സൺഡേ ഹോളിഡേയ്സ് എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അത് 15/30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആയിപ്പോകും. അപ്പോൾ അതിൽ അല്പം ആ ഫാക്ടറിൻ്റെ റിസൾട്ട് അല്പം കൂടെ വലിയൊരു ഇതിലേക്ക് വരാൻ വേണ്ടി, ഒരു വലിയൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 15/26. പിന്നെ ഈ നമ്പർ ഓഫ് ഇയേഴ്സ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. മോർ ദാൻ 6 months പ്ലസ് 1 day ആണെന്നുണ്ടെങ്കിൽ കൗണ്ട് ആസ് 1 year. അതിന് 6 monthsനെക്കാട്ടിൽ ഒരു ദിവസം കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുവരും? ദാറ്റ് ഷുഡ് ബി ഇഗ്നോർഡ്. ഓക്കെ, നോമിനേഷൻ 6-ലാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയറിൽ തന്നെ നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സെക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് കേസസ്. എന്താണ് ഡൽഹി ക്ലോത്ത് ആൻഡ് ജനറൽ മിൽസ് വേഴ്സസ് വർക്ക്മെൻ. എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ലോങ് ആൻഡ് കണ്ടിന്യൂസ് സർവീസ്. അപ്പം ദ കോർട്ട് എക്സ്പ്ലെയിൻ ദാറ്റ് ഗ്രാറ്റുവിറ്റി ഈസ് എ റൈറ്റ് ഏൺഡ് ബൈ ലോങ് ആൻഡ് കണ്ടിന്യൂസ് സർവീസ് എന്നുള്ളതാണ്. ദെൻ ഭാരത് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വേഴ്സസ് രാം പ്രസാദ്. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ഈവൻ ഇഫ് എംപ്ലോയീസ് റിസൈൻ ചെയ്താൽ പോലും. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യനായിട്ട് വരാമെന്നാണ്. ഒരാൾ റിസൈൻ ചെയ്തു, എംപ്ലോയർ ഫോർഫിറ്റ് ചെയ്തു, വിത്ത്ഹെൽഡ് ചെയ്തു, ഡിസൈഡ് ചെയ്യാം. അപ്പോൾ സോ അങ്ങനെയുള്ള അതിനുവേണ്ടി അപ്പം ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ കവർ ചെയ്യുന്നു? എസ്സേയും കവർ ചെയ്യുന്നു, പ്രോബ്ലം കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് നിങ്ങൾ നോക്കുക. ജസ്റ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, ഒന്ന് നോക്കുക. നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇനി മാക്സിമം ലിമിറ്റ് അതും പറഞ്ഞിരുന്നു 20 lakhs എന്നുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ കേസ് ലോസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്താണ് 3 കേസുണ്ട്, അതുകൂടി ഒന്ന് നോക്കുക. ഓക്കെ, ഇനി ഫോർഫീച്ചർ ഓഫ് ഗ്രാറ്റുവിറ്റി അതിൻ്റെ 3 കേസ് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു. വിൽഫുൾ മിസ്കണ്ടക്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ടെർമിനേറ്റഡ് ഫോർ റൈറ്റസ് ഓർ എന്താണ് വയലൻസ്. ദെൻ കംപ്ലീറ്റ് ഫോർഫീച്ചർ എന്താണ്, എപ്പോഴാണ് കംപ്ലീറ്റ് ഫോർഫീച്ചറാണ് എന്താണ് ടെർമിനേറ്റഡ് ഫോർ ഒഫൻസസ് ഇൻവോൾവിങ് മോറൽ ടർപിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം തന്നെ നമ്മളുടെ പ്രോബ്ലത്തിൽ വരാൻ സാധ്യതയുള്ളതാണ്, എസ്സേ ആയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആവും,
പിന്നെ അപ്പം സെക്ഷൻ 7 എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനേഷൻ ആൻഡ് പേയ്മെൻറ്റ്. അപ്പോൾ ദിസ് സെക്ഷൻ പ്രൊവൈഡ് മെഷീനറി ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. ദ എംപ്ലോയർ, അത് ശരിയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം. The employer must determine and pay gratuity within 30 days. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 7 Clause 3 ഇനി 7 Clause 3A ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി 7 Clause 4 എന്താണ്, in the case of dispute the matter is referred to the controlling authority who has powers of a civil court. ഈ കൺട്രോളിങ് അതോറിറ്റിക്ക് ഈ എന്താണ്, ഏതിൻ്റെ ജൂറിസ്ഡിക്ഷനാണ് അല്ലെങ്കിൽ ഏതിൻ്റെ പവറാണ്, സിവിൽ കോർട്ടിൻ്റെ പവറാണുള്ളത്. എന്തിനു വേണ്ടിയിട്ട്, ടു കണ്ടക്ട് ഇൻക്വയറി ആസ് വെൽ ആസ് ഡയറക്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ ദെൻ ഒരു കേസ്, ഒരു ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയർ എന്താണ്, must deposit the dispute amount within the authority without raising any objections. ഇനി അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 60 days ഇതിൽ കൊടുക്കണം. സെക്ഷൻ 7 Clause. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് ലോസ് ഒന്ന് നോക്കുക. 3 കേസുണ്ട്, എല്ലായിടത്തും ഞാൻ 3 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ വൺ ലൈനറാണ്, വളരെ വേഗം അത് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അത്രയാണ് അതിനകത്ത് പറയുന്നത്. സെക്ഷൻ 10 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ, അതും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് ലോസും ഉണ്ട്. അപ്പം അന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിൽ ഞാനത് വെക്കാം. ഓക്കെ, ഇനി എന്താ, നമ്മുടെ കൺക്ലൂഷനിലേക്ക് പോവാം. ഇനി കഴിയും, എല്ലാം കഴിയും. എന്താണ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 എന്ന് പറയുന്നത് എന്താണ്, അതൊരു വൈഡ് കവറേജ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി എൻറ്റൈറ്റിൽമെൻ്റ് ആണ്. ഫിനാൻഷ്യൽ ലിമിറ്റ്സ് വിത്ത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സേഫ് ഗാർഡ് അഗൈൻസ്റ്റ് മിസ്കണ്ടക്റ്റ് ഒന്ന്. പ്രൊസീജിയർ എൻഫോഴ്സ്മെൻറ്റ് സെക്ഷൻ 7 അബ്സല്യൂട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഈവൻ ഇഫ് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിലും, അതായത് ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഫോർഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയാണ്. ഓക്കെ, അപ്പം നന്നായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനൊരു പിന്നെ അവസാനം ഒന്നും കൂടി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിർത്തുകയാണ്. ഓക്കെ, അപ്പം എന്താണ് 10 out of 10 തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇതിനകത്ത് ഇൻറ്റേർണൽസ് വാങ്ങിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച് for watching the video. Watch the video continuously. Subscribe and share. Thank you.